ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ പേരിൽ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ അറിയപ്പെടുന്ന ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരിക്കുകയാണ്, ശ്രീ ഗുരുമൂർത്തിയെ കൊണ്ട്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രിമാരെക്കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ, വിവാദങ്ങൾ പറയാൻ ഉള്ള സ്ഥലമല്ല രാജ്ഭവൻ. രാജ്ഭവൻ ഈ സംസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറുടെ ആസ്ഥാനമാണ്. അവിടെ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. അതിൽ മിലിറ്ററി എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നോ, വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിലോ, സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ, സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായി ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ഗവൺമെൻറ്റിനെതിരായിട്ട്, ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്, അത് അനൗചിത്യമാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധം ഗവർണറെ അറിയിക്കണം എന്നാണ്. ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു. അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അറിയപ്പെടുന്ന ഒരു RSS നേതാവ് വന്ന് രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിൽ നടത്താൻ പാടില്ല. അതിന് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. സർക്കാർ ഇതിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി വ്യക്തമാക്കണം, ഗവർണറെ പ്രതിഷേധം അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.